ഹേ വെൽക്കം ബാക്ക് ഓൾ. അപ്പോൾ സമയം രാവിലെ 5:30 നമ്മുടെ ഡെയിലി മോർണിംഗ് റൈഡ് തന്നെ കേട്ടോ. അപ്പോൾ കാര്യം പറഞ്ഞാൽ ഇന്നൊരു ലോങ് റൈഡ് ഒരു 100 കിലോമീറ്ററൊക്കെ പോകണമെന്ന് വിചാരിച്ച് എഴുന്നേറ്റാണ്. പക്ഷേ രാവിലെ നോക്കിയപ്പോൾ നമ്മുടെ വണ്ടിക്കൊരു ചെറിയ സൂചി പഞ്ചർ. അപ്പോൾ പഞ്ചറൊക്കെ ഒട്ടിച്ച് വന്നപ്പോഴത്തേനും ലേറ്റായി പോയി കേട്ടോ. അതുകൊണ്ട് നമുക്കത് ഇന്ന് അടുത്ത ഏതൊരു ലൊക്കേഷൻ റൈഡ് പോകാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓൺ ദ വേ ടു ഉഴവൂർ ഒരു ചെറിയ ക്ലൈംബ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിർത്തി. ഇപ്പം നല്ല ചുമന്ന ആകാശം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹൈറ്റുള്ളൊരു മലയിലൊക്കെ ഇന്ന് പോയി കയറിയിരുന്നെങ്കിൽ ഒരു നൈസ് വ്യൂ ആയിരുന്നു കേട്ടോ. എന്താണെങ്കിലും നമുക്ക് ഉഴവൂരിലെ ആനക്കല്ല് മലയിലേക്ക് ഇന്ന് പോയേക്കാം. അങ്ങനെ നമ്മളിത് മോനിപ്പള്ളി എത്തി കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് ഉഴവൂർ റൂട്ടിൽ കയറും. കളർ കണ്ടോ ഗൈസ്, കളറ് എൻ്റെ അമ്മ ഇന്ന് പതിവില്ലാണ്ട് നല്ല കളറാട്ടോ. പക്ഷേ വലിയ കോടയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഉഴവൂരെത്തുന്നതിന് മുമ്പുള്ളൊരു വലിയ ക്ലൈമ്പാട്ടോ ഇത്. വലിയ ക്ലൈമ്പെന്ന് പറഞ്ഞാൽ അധികം ലെങ്തൊന്നുമില്ല, എന്നാലും നല്ല ഗ്രേഡാട്ടോ. അപ്പോൾ ആ ഒരു ക്ലൈമ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ആണിത്. അപ്പോൾ ഈ ഒരു ക്ലൈമ്പിൻ്റെ മാക്സിമം ഗ്രേഡ് വരുന്ന ഒരു പോർഷൻ കഴിഞ്ഞു കേട്ടോ. അവിടെ ഏകദേശം 16% ഗ്രേഡ് വരുന്നത്. ഇതിപ്പോൾ സ്ഥലം ഉഴവൂർ ടൗൺ ആട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 1-1.5 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്കൊരു റൈറ്റ് ഡിവിഷൻ ഉണ്ട്. റൈറ്റ് സൈഡിലൊരു പള്ളിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഉഴവൂർ കൂത്താട്ടുള്ള റൂട്ടിലൊരു 1 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴത്തേനും റൈറ്റ് സൈഡിലൊരു സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് റൈറ്റ് എടുക്കണേ. നല്ല ക്ലൈമ്പാണ്, ഏകദേശം 18% കേട്ടോ. ഇവിടെ നിന്നൊരു ലെഫ്റ്റും റൈറ്റും ഉണ്ട്. റൈറ്റാണ് പോകേണ്ടതെന്നുള്ള വിശ്വാസത്തിൽ പോകട്ടോ. കാര്യം പറഞ്ഞ് 1-2 തവണയൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഫുൾ ഓഫ് റോഡാണ് ഗൈസ്. അങ്ങനെ അധികം ആളുകൾ വരുന്നൊരു ലൊക്കേഷൻ അല്ല കേട്ടോ. നമുക്ക് ഈ ഒരു പുല്ലൊക്കെ വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇവിടെ എന്താണെങ്കിലും നമ്മൾ ഇതുപോലെ വണ്ടി ചുമന്ന് കയറ്റണം കേട്ടോ. നമുക്ക് വണ്ടി താഴത്ത് വെച്ചിട്ട് പോരാൻ പറ്റിയില്ല, കാരണം
വീടുകളുണ്ടെങ്കിലും കുറച്ചങ്ങ് താഴെ കേട്ടോ. അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി അതോ മേളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയാൽ നമുക്ക് അവിടുന്ന് ഒരു ചെറിയ വ്യൂ ഉണ്ട്. പിന്നെ ഇതാണ് കുറച്ചുകൂടെ നൈസ് ഒരു വ്യൂ കേട്ടോ. അപ്പോൾ ദൂരെ നോക്കുകയാണെങ്കിൽ ചെറിയ കോടയൊക്കെ കാണാം. അതോ അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ക്ലൗഡ് ബെഡ് തന്നെ കാണാം കേട്ടോ. കുറച്ച് ദൂരത്തേക്ക്, നമുക്ക് ഇത്രയും അടുത്ത് ഒന്നുമില്ല. പിന്നെ സൺറൈസ് ഓക്കെ അവിടെ നിന്നായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ചുമന്ന കളറൊക്കെ അവിടെ നിന്നായിരുന്നു. നമ്മളൊരു ഒരു അരമണിക്കൂർ മുന്നേ വന്നിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അപ്പുറ സൈഡ് വരെ നോക്കിയിട്ട് വരാം കേട്ടോ. അവിടെ കാര്യം പറഞ്ഞാൽ 2 ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം ആൾക്കാരൊന്നും വരുന്ന ലൊക്കേഷൻ അല്ല കേട്ടോ. അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യാത്തൊരു സ്പോട്ടാണ്. കാര്യം പറഞ്ഞാൽ നമുക്ക് നടന്ന് കയറാൻ സ്റ്റെപ്പും അതുപോലെ 2 ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഈ ഒരു ബെഞ്ചിലിരുന്നിട്ട് രാവിലത്തെ സൺറൈസ് കാണാൻ അടിപൊളിയാട്ടോ. അങ്ങനെ ഇപ്പറേ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ടൗണിൻ്റെ വ്യൂ ഒക്കെ കാണണമെങ്കിൽ ഈ സൈഡിലേക്ക് വരണം കേട്ടോ. അപ്പോൾ അവിടെ കാണുന്നത് നമ്മുടെ ഒഴൂർ പള്ളി കേട്ടോ. ക്രാനായപ്പള്ളിയാണ് കാണുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിലുള്ള സ്കൂളാണ്. അപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ക്ലൗഡ് ബെഡൊക്കെ കാണാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു മഴയൊക്കെ ഉള്ളൊരു ദിവസം നമ്മുടെ ഈ തൊട്ടടുത്തത് ഇവിടെയൊക്കെയാണെങ്കിൽ നമുക്ക് ഈ ക്ലൗഡ് ബെഡ്സൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ തൊട്ട് താഴെ നോക്കുവാണെങ്കിൽ നമുക്കൊരു പാറമട കാണാം കേട്ടോ. അപ്പം അങ്ങോട്ട് കൂടുതൽ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മുള്ളുവേലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു ലൊക്കേഷൻ്റെ പേര് ആനക്കല്ലുമല എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പാറ അല്ലെങ്കിൽ ഈ ഒരു കല്ലല്ല കേട്ടോ ആനക്കല്ലെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ ആ കാണുന്നതാണ് ആനക്കല്ല്. അപ്പം മേ ബി അതിനൊരു ആനയുടെ ഷേപ്പൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ. കാരണം ഫുള്ള് മരങ്ങളൊക്കെ വളർന്ന് നിൽക്കുവാണ്. അപ്പോൾ അങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് പോകാം. അപ്പോൾ ഈ ഒരു വഴി കാണുന്നത് അതിലേ പോവുകയാണെങ്കിൽ അവിടെ റബ്ബർ തോട്ടാണ്, അതിൽ ചെന്ന് കയറാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറണമെങ്കിൽ കുറച്ച് റിസ്ക്കൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു കമ്പൊക്കെ ചാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ചവിട്ടിയാണ് കയറുന്നത്. ഓക്കെ, അപ്പം നിലവിൽ നമ്മളിപ്പം കയറാൻ പോകുന്നില്ല. നമ്മളിത് ക്ലീറ്റ്സൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. അപ്പം സമയം 6:45 അപ്പോൾ നമ്മളിനി അധികം ലേറ്റ് ആക്കണില്ല. ചെറിയൊരു മൂടലൊക്കെ കേട്ടോ. രാവിലെ നല്ല കളറൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു മൂടലൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മളിനി നേരെ തിരിച്ചിറങ്ങിയിട്ട് ഒരു 10-20 കിലോമീറ്റർ റൗണ്ട് വെച്ച് പറ്റുവാണെങ്കിൽ ഒരു 50 കിലോമീറ്റർ ആക്കിയിട്ട് നേരെ വീട്ടിലേക്ക്. അങ്ങനത്തെ നമ്മൾ തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. അപ്പോൾ എന്താണേലും മേ ബി ഇവിടുത്തെ പഞ്ചായത്തോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ പണിതേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ പ്രൊമോട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പം മേളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബിയറിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ മദ്യക്കുപ്പികൾ അതൊക്കെ ഒരുപാട് കാണാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ടും ആൾക്കാരത് ഇവിടെ വരാത്തതുകൊണ്ടുമാണ് ഈ ഒരു ലൊക്കേഷൻ ഇങ്ങനെ കിടക്കണേ. ഇത് കണ്ടോ, ഫുള്ള് പള്ളയൊക്കെ കയറി കിടക്കും കേട്ടോ. എനിവേ നമുക്ക് തിരിച്ചിറങ്ങിയേക്കാം. കുറച്ച് റിസ്ക്കാണ് ഗൈസ്, കാരണം പാറക്കൂടിയാണ് ഇറങ്ങുന്നത്. ഒന്ന് തെന്നിപ്പോവാണെങ്കിൽ ഞാനും വണ്ടിയും കൂടെ നേരെ താഴെ ചെല്ലും. ഇത് നമ്മുടെ ഒഴൂർ കൂത്താട്ടം റൂട്ടിൽ നിന്ന് നമ്മൾ രാവിലെ കയറി ഒരു കുത്തനെ കയറ്റമുണ്ടല്ലോ, ആ ഒരു കയറ്റം കേട്ടോ. നമ്മൾ രാവിലെ കുർബാനയുടെ സൗണ്ടൊക്കെ കേട്ടില്ലേ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പള്ളിയുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ വന്നത് രാവിലെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. നമുക്ക് തിരിച്ച് റൈറ്റ് സൈഡ് പിടിച്ചു പോകട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞത് പള്ളി കഴിഞ്ഞിട്ടുള്ള റൈറ്റ് എടുക്കാനാണ്. അപ്പോൾ അവിടെ 2 പള്ളിയുണ്ട്. ഒരെണ്ണം സെൻറ്റ് ഫ്രാൻസിസ് കപ്പൂച്ചിൻ പള്ളി കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു CSI ചർച്ചുണ്ട്. അപ്പോൾ ഈ 2 പള്ളികളുടെ ഇടയ്ക്ക് വരുന്നൊരു വഴിയുണ്ട്. ആ വഴി കേട്ടോ നമ്മൾ കയറട്ടെ. അപ്പോൾ ഇത് നമ്മുടെ സ്ഥിരം ഒരു ചായ സ്പോട്ടാട്ടോ. ഇപ്പോൾ ഇവിടെ കുറച്ച് പച്ചക്കറി വേസ്റ്റുകളൊക്കെ കിടപ്പുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നൊരു സ്പോട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മോർണിംഗ് റൈഡ് ഈ ഒരു ചായയും കൂടെ ഇല്ലാണ്ട് കംപ്ലീറ്റ് ആവുന്നത് എങ്ങനെയല്ലേ? സമയം 8 മണിയായി. ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ, പീസ് ഔട്ട്.